മോദിക്ക് ശേഷം യോഗി എന്നായിരുന്നു കേട്ടത്. പക്ഷേ യോഗി യുഗം അവസാനിച്ചോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾക്കനുസരിച്ചുള്ള ഒരു ചോദ്യം. ഹരിക്കൻ തോന്നുന്നു യോഗി മോദിക്ക് ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് വരുന്ന അടുത്ത ആള് യോഗി ആയിരിക്കും എന്നായിരുന്നു നമുക്കെല്ലാം ഇതുവരെയുള്ള ഒരു പിക്ചറിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ ഇതിന് മുന്നത്തെ 2 ഇലക്ഷനിലും നല്ല വൻ വിജയം നേടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് 71 സീറ്റാണ് 2014 BJP അവിടെ കിട്ടിയത്. അത് നേരെ 60ലേക്ക് വന്നു. അപ്പോഴും പറഞ്ഞു 80 സീറ്റിന്റെ 80 പിടിക്കും. ഇപ്പൊ സോണിയാഗാന്ധിയുടെ സീറ്റായിട്ടുള്ള റായ്ബറേലിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തെങ്ങാനും കോൺഗ്രസിന് ഒരെണ്ണം കിട്ടായിരിക്കും, ബാക്കിയെല്ലാം BJPക്ക് ആയിരിക്കുമെന്ന് അവർ പറഞ്ഞു. എക്സിറ്റ് പോളുകളും പറഞ്ഞത് UP പിടിക്കുന്നവന് ഇന്ത്യ പിടിക്കാമെന്നുള്ള ആ ഒരു കണക്കിൽ ഒന്നാമത് എത്തുന്നത് BJP ആയിരിക്കും എന്നാണ്. നോക്കൂ, 32 സീറ്റിലേക്ക് മാറി. അവിടെ നിന്നും വന്ന സീറ്റ് കുറവാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPയെ എത്തിക്കാത്തതും. മോദി സർക്കാർ എന്ന് നമ്മൾ പറയും, അതിനു മുമ്പ് BJP സർക്കാരായിരുന്നു. ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാർ എന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ NDA സർക്കാരായി. അതിന്റെ കാരണം UPയിലുള്ള സീറ്റ് കുറവാണ്. അവിടുത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ യോഗിയെ വിമർശിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്നെ മുഖ്യമന്ത്രി ആക്കിക്കൂടെ, ഞാൻ ഇലക്ഷൻ ഗൈഡ് ചെയ്തോളാം എന്ന രീതിയിലുള്ള വരെ ചർച്ച. ഇത് വാർത്തകളാണ്, ഇതെല്ലാം വരുന്നതാണ് വാർത്തകൾ. അപ്പോൾ അവിടെ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൻവാട് യാത്ര ആയിക്കോട്ടെ, അതിന്റെ കാര്യത്തിലായാലും അദ്ദേഹം അവിടെ മുന്നിട്ട് നിൽക്കുന്നതാണ്. അവിടെ അപ്പോഴും ഘടകകക്ഷികൾ എതിർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഹോട്ടലുകളുടെ ഉടമകളുടെ പേര് പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടു. അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് യോഗി പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പിന്നെ നമ്മളുടെ മാധ്യമങ്ങളാകുമ്പോൾ എന്തൊക്കെ വളച്ചൊടിച്ച് എഴുതുന്നുള്ള അറിയില്ല. കാരണം അവിടെ ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇത്രയും കാലം ഇല്ലാത്തടത്തോളം പെട്ടെന്നൊരു വോട്ടിന് ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് വന്നു. എന്തുകൊണ്ട് എന്നുള്ളതിന് 3 കാരണങ്ങളാണ് സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഒന്നാമത്, അവിടുത്തെ പ്രവർത്തകർ BJP സർക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ചില നയങ്ങളുമായിട്ട് ഒത്തുപോയിട്ടില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ വിമർശനം വന്നതിനെ വെച്ചുകൊണ്ട് അവിടെ ഒരു പ്രവർത്തക സമിതി യോഗം ചേർന്നല്ലോ. അതിൽ വന്ന വിമർശനങ്ങൾ ഒന്ന്, അവിടെയുള്ള സർക്കാരിന് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ, കേഡേഴ്സ് പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ചില വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കിയത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള നടപടി എടുക്കുമായിരിക്കും. 2, ദളിത് വോട്ടുകൾ അല്ലെങ്കിൽ OBC വോട്ടുകൾ, അതിൽ നിന്നും ഭയങ്കര സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എന്നുള്ളത് പാർട്ടി വിശകലനം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ തന്നെ പറയുന്ന രാജ്പൂത് വോട്ടുകൾ, ഈ രാജ്പൂത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് യോഗി. അപ്പൊ ഈ രാജ്പൂത് വിഭാഗത്തിന് വോട്ട് കുറഞ്ഞതാണ്, യോഗി വോട്ടും കുറച്ചു അല്ലെങ്കിൽ യോഗി വോട്ട് മറിച്ചു. BJPയുടെ ഇപ്പോഴത്തെ ഒരു സെൻട്രലുമായിട്ടുള്ള ഒരു ബന്ധം അത്ര അനുകൂലമല്ല യോഗിക്ക് എന്നുള്ള ഒരു വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഈ OBC വോട്ടുകൾക്കൊപ്പം രാജ്പൂത് വോട്ടുകളും കുറഞ്ഞിട്ടുണ്ട്. അഡ്മിൻസിനെ വിമർശിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രവണത അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവിടെ പണ്ടൊക്കെ നമ്മൾ പറയുമല്ലോ, അഡ്മിൻസിനെ ആരും വിമർശിക്കാറില്ല അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന നേതാവിനെ ആരും വിമർശിക്കാറില്ല. പക്ഷേ വിമർശനങ്ങളിൽ ഏറ്റുകൊണ്ടാണ് അവിടെ പോകുന്നത്. അവിടുത്തെ പാർട്ടി പ്രവർത്തകർ സർക്കാരിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറിനെയോ വിമർശനങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. അതായത് ആ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങൾ വരുന്ന ഒരു സ്ഥലമായിട്ട് പാർട്ടി അവിടെ മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പാർട്ടി വളരുന്നത് തന്നെയാണ്. കാരണം അടിച്ചമർത്തി പോകുന്നതും അതേസമയം പാർട്ടിയുടെ ഇപ്പം നമ്മൾ ചില ഉദാഹരണങ്ങൾ എടുക്കണം, എല്ലാ സ്ഥലത്തും ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ പറയാറുണ്ട്, പാർട്ടി അടിച്ചേൽപ്പിക്കുകയാണ് ചില കാര്യങ്ങൾ. അതായത് ചില സ്ഥലങ്ങളിൽ നമ്മുടെ കേരളത്തിലടക്കമുള്ള ചില സ്ഥലങ്ങളിൽ പാർട്ടി ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്, നിർബന്ധിതരാവുകയാണ് ചെയ്യാൻ പ്രവർത്തകർ. പക്ഷേ പ്രവർത്തകർക്ക് തിരിച്ച് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിൻ്റെ മുമ്പിൽ പലതും വന്നതാകും, അല്ലെങ്കിൽ വീട്ടിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ വരും. പക്ഷേ അവിടെ നോക്കുമ്പോൾ ഇതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കാണണം. കാരണം ഇത് 2 രീതിയിലും വിശകലനം ചെയ്യാം, പ്ലസും നെഗറ്റീവും പറയാം. ഇപ്പോൾ പോസിറ്റീവായിട്ട് കാണുമ്പോൾ അവിടെ പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരും അവിടെയുള്ള ആളുകളും മുന്നോട്ട് വന്നു എന്നുള്ളത് പാർട്ടിയുടെ തന്നെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. 1. 2, അവിടെ ഈ പറഞ്ഞ പോലെ അടുത്ത കേശവ പ്രസാദ് മൗര്യയ്ക്ക് ഈ പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകൾ അല്ലെങ്കിൽ വിഭാഗവും ഈ പറഞ്ഞ യോഗിക്കെതിരെ കളിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലായിടത്തും നമുക്ക് കാണാമല്ലോ. ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവിനെ എഗെയിൻസ്റ്റ് കളിക്കാൻ അതിനുള്ളിൽ തന്നെയുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, സോണം ജസ്റ്റ് ഇന്നലെ രാജിവെച്ചു. അപ്പോൾ ആ രാജിക്കത്തിൽ എഴുതിയിരിക്കുന്നത് ക്ലിയറായിട്ട് അത് 2023 സഹമന്ത്രി സ്ഥാനത്തിനോട് ചേർക്കാവുന്ന രീതിയിലുള്ള ഒരു അധ്യക്ഷ സ്ഥാനമാണത്. അതാണ് രാജിവെച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മീഡിയാസൊക്കെ അതിനെ കവർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് വലിയ മന്ത്രി രാജിവെച്ച പോലെയൊക്കെയാണ്. പക്ഷേ അതിനകത്ത് അവർ പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ എടുത്ത് നോക്കണം. ഇപ്പോൾ പോസിറ്റീവ് പറഞ്ഞ പോലെ നെഗറ്റീവ് പറയാം നമുക്ക്. ഇതിനകത്ത് എടുത്ത് പറയുമ്പോൾ അവർ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്
പാർട്ടിയിൽ ഒരു മന്ത്രിയോടൊപ്പമുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എനിക്ക് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തിനോട് ഉപമിക്കാവുന്ന ഒരു സ്ഥാനം എനിക്ക് ഉണ്ടായിട്ട് പോലും പാർട്ടിയെ വളർത്താനോ പാർട്ടിയുടെ ജയത്തിലോ എനിക്ക് പങ്കുചേരാനോ സാധിച്ചിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആയതിനാൽ ഞാൻ രാജിവെക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം പാർട്ടിയെ വളർത്തുക എന്നുള്ളതിന് ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു വന്ന പോലെ മോദി എന്ന തരംഗം മാറി BJP എന്ന തരംഗം തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ അത് ക്ലിയറായിട്ട് നമ്മൾ ഒന്നും കൂടി ചൂന്ന് ഇറങ്ങിയാൽ, ഇന്നലെ RSSൻ്റെ മോഹൻ ഭാഗവത് ഇന്നലെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, പലരും ഭഗവാന്മാരാവാൻ ശ്രമിക്കുന്നു എന്നും ഭഗവാനല്ല വിശ്വരൂപമാണ് ഭഗവാൻ എന്നും ആ വിശ്വരൂപത്തിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നും നമ്മളാൽ ശ്രമിച്ചാൽ നമ്മളാരും ഭഗവാന്മാരാവില്ല, അവതാരങ്ങളാവില്ല എന്നും പറഞ്ഞത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന് BJP വിമർശിക്കേണ്ട എന്ന രീതിയിൽ BJP നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ BJP നേതാക്കൾ കൃത്യമായി പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നലെ മുതൽ ലൈം ലൈറ്റിൽ കത്താണ്. കാരണം ഇനിയിപ്പോൾ BJPയും RSSും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുകയാണ് അവിടെ ഇതിൻ്റെ പേരിൽ. എന്തുകൊണ്ട് ആവശ്യം തോന്നുന്നു? എനിക്ക് ഇതിനകത്ത് ആദ്യം പറയാനുള്ളൊരു കാര്യം, അവിടെ ഈ ബാഹുബലി എന്ന് പറയും. ബാഹുബലി എന്ന് വെച്ചാൽ അവിടുത്തെ ഡോണുകളാണ്. ഓരോ ഗ്രാമങ്ങളിലും ഓരോ ഡോണുകൾ ഉണ്ടാവും. ഇവരുടെ മുകളിൽ ഒരു ബാഹുബലി എന്ന് പറയുന്നത് ഈ ഡോണുകളുടെ മുകളിലുള്ള ഒരാളാണ്, ഒരു ഗുണ്ടാ തലവന്മാർ. ഇവരൊക്കെ അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന അവരുടെ ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരുന്ന ഒരു UPയിലേക്കാണ് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞൊരു സന്യാസി വര്യൻ കടന്നു വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിനെ നമ്മൾ വിമർശിച്ചു, ബുൾഡോസർ സർക്കാർ അത് ഇത് എന്നൊക്കെ വിമർശിച്ചപ്പോഴും അദ്ദേഹം അതിനെ ക്ലീൻ ആക്കി. ഇപ്പൊ നമ്മൾ UPയിലേക്ക് നോക്കൂ എന്ന് പറയുന്ന കേരളത്തിൽ UPയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള വികസനങ്ങൾ, അവിടെ വരുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, നമ്മൾ വ്യാപാര സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഈ ഉപ്പുകൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. കാരണം നമുക്ക് എല്ലാം ഇപ്പോ ഈ ഉത്പാദകരല്ല, നമ്മളെല്ലാം വാങ്ങിക്കണം, നമുക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷെ വ്യവസായശാലകൾ ഭയങ്കരമായി വന്ന ഒരു UPയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് യോഗിയുടെ ഒരു നേട്ടമാണ്. അപ്പോൾ ഈ മോദിയെ പോലെ വികസനം കൊണ്ടുവന്ന ഒരു നേതാവാണ് യോഗി എന്നുള്ളത് സംശയമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, യോഗി മാറുമോ അല്ലെങ്കിൽ യോഗി യുഗം അവസാനിച്ചോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒരു മറുപടി, 2027 വരെ യോഗി തന്നെയായിരിക്കും UPയിലെ മുഖ്യമന്ത്രി. അത് എഴുതി വച്ചോളൂ, യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് ഈ യോഗിക്ക് ഈ പറയുന്ന പോലെ യോഗി ആരെയും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. പണ്ടും BJPക്ക് ഇട്ട് പൂട്ട് വെച്ചിട്ടുണ്ട്. ആ പൂട്ടിൽ അനുഭവിച്ച് യോഗിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് BJP. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ എൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ യോഗിയും ഈ പറയുന്ന BJP കേന്ദ്ര നേതൃത്വമായി അത്ര നല്ല സൗഹൃദത്തിലല്ല. നരേന്ദ്രമോദി ഒഴിച്ച് ഈ പറയുന്ന പോലെ അമിത്ഷായും നദ്ദയും ഒക്കെ ആയിട്ട് അദ്ദേഹം അധികം സൗഹൃദത്തിലല്ല എന്നുള്ളത് സത്യം. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടുന്നത് RSS ആയിരിക്കും. BJP അങ്ങനെ ഇടപെട്ട് പണി കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന UPയിൽ തന്നെ. 1900 ഇടപെടൽ നമുക്കൊന്നുകൂടി വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം RSS ഇപ്പോൾ പല കാര്യങ്ങളും എങ്ങനെ ഇടപെടുമെന്നുള്ളത് ഇപ്പോൾ ഒരു ചർച്ച നടക്കാൻ പോകുന്നേ ഉള്ളൂ. പല കാര്യങ്ങളും RSSൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു പോയിന്റിലെ എടുത്തു പറയുന്ന ഒരു കാര്യം, മോഡി ആണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞതിന് പകരം മോഡിയിലൂടെ BJP ചെയ്തു എന്നും, അതുപോലെ യോഗിയാണ് ഇപ്പോൾ അവിടെ ഇത്രയും ഗുണ്ടാസംഘങ്ങൾ അടിച്ചൊതുക്കിയെന്ന് പറയുമ്പോൾ യോഗി എന്നൊരു സന്യാസിനെ ചെയ്തതെങ്കിലും യോഗിയിലൂടെ BJP എന്നൊരു സർക്കാരാണ് ചെയ്തതെന്ന് പറയണമെന്നാണ് ശരിക്ക് RSS ആവശ്യപ്പെടുന്നത്. ഓക്കെ, RSSന്റെ പിന്തുണ പലപ്പോഴും യോഗിക്കൊപ്പം ഉണ്ടായിട്ടുമുണ്ട്. BJP കേന്ദ്ര നേതൃത്വത്തിനേക്കാൾ ഈ ഒരു പ്രശ്നത്തിൽ RSS കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക യോഗിയെ തന്നെ ആയിരിക്കും. ഇനി ഇതിലൊരു രണ്ടാമത്തെ കാര്യം കേൾക്കൂ. പണ്ട് കല്യാൺ സിംഗ് ആരായിരുന്നു? കല്യാൺ സിംഗ് ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ ആ പൊളിക്കുന്ന സമയത്ത് യുപിയുടെ മുഖ്യമന്ത്രിയാണ്. ആ കല്യാൺ സിംഗിന് അവിടെ കിട്ടിയ ഒരു വലിയ ജനപിന്തുണ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഈ BJPയിലുള്ള അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയത്തിലുള്ള വഴക്കും ബഹളവും ഒക്കെ വെച്ച് അദ്ദേഹത്തെ മാറ്റുകയാണ് 99 മറ്റും. അത് കഴിഞ്ഞും അധികാരത്തിലേക്ക് വന്ന് പിന്നെ BJPക്ക് UPയിൽ എവിടെയെങ്കിലും ഒന്ന് കളം തൊടാൻ പറ്റിയിട്ടുണ്ടോ? എത്ര നാള് BJP മാറി നിന്നു അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയത്തിൽ നിന്നും. പിന്നീട് രാജ്നാഥ് സിംഗിനെ അന്ന് കൊണ്ടുവന്നു. വല്ല കാര്യം ഉണ്ടായോ? ഒരു കാര്യം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ വന്നു. ഇത് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലേക്ക് നോക്കുക. അവിടെ യെദ്യൂരപ്പനെ എടുത്തു മാറ്റി. എന്ത് സംഭവിച്ചു?
അവിടെ BJP താഴത്തേക്ക് പോയി, അവിടുത്തെ അധികാരം നഷ്ടപ്പെട്ടു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും BJP, ഇപ്പൊ ബോംബെയിലും മഹാരാഷ്ട്രയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു നേതാവിനെ മാറ്റി വേറൊരു സ്ഥലം പരീക്ഷിക്കുന്ന ഒരു ഇടപാട് BJP ഇനി ചെയ്താൽ അത് അപകടമാണെന്ന് BJPക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല ഇപ്പോൾ എത്രത്തോളം സമ്മർദ്ദത്തിൽ BJP ആക്കാൻ ശ്രമിച്ചാലും ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒരു ആൾ രാജിവെച്ചു എന്ന് പറഞ്ഞ് അത് സമ്മർദ്ദത്തിലാക്കാനാണ് BJP. അങ്ങനെ സമ്മർദ്ദത്തിലാക്കിയാലും BJPക്ക് ഒരിക്കലും യോഗിയെ മാറ്റി നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. കാരണം യോഗി എന്ന് പറയുന്ന ആള്, ഈ ഒരു വ്യക്തി BJPയുടെ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് RSSന്റെ ആദർശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോയി അവിടെ UPക്കകത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും BJP അല്ലെങ്കിൽ RSSോ അദ്ദേഹത്തെ മാറ്റണം എന്ന രീതിയിലേക്ക് നടപടിയിലേക്ക് പോകാൻ സാധിക്കില്ല. RSSന്റെ ആദർശവും BJPയുടെ ആശയങ്ങളും രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് യോഗിയായി. അപ്പോൾ അദ്ദേഹത്തിനെ മാറ്റാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച ഈ ഒരു അവസരത്തിൽ ഇനി അടുത്തത് എന്താണെന്ന ചോദ്യം RSSും BJPയും കൂടി ഇരുന്ന ഒരു ആശയ ചർച്ച വരുന്നുണ്ടല്ലോ. അവരിപ്പോൾ ഓൾറെഡി ഇന്ന് ചർച്ചകൾ തുടങ്ങി. അതിൽ എന്തായിരിക്കും ഒരു അടുത്തൊരു നൽകം? ഈ ഭുവനേന്ദ്ര ചൗധരി, അവിടുത്തെ K. സുരേന്ദ്രനാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവനായിട്ട് ഈ 32 തോൽവിയല്ല, സീറ്റ് കുറഞ്ഞ ഉത്തരവാദിത്വം അധ്യക്ഷനായ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ഈ അധ്യക്ഷനെ മാറ്റുക. ഞാൻ ചോദിക്കാം, ഈ K. സുരേന്ദ്രൻ വിചാരിച്ചിട്ടാണോ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയത്, ഇത്ര വോട്ട് കൂടിയതും എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഹരണം? ഇല്ല. കാരണം ഈ പ്രാവശ്യം BJP എടുത്ത സ്ഥാനാർത്ഥികളും ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരവും സുരേന്ദ്രൻ എന്ന ഒരു അധ്യക്ഷൻ കാരണമല്ല, ഈ കാൻഡിഡേറ്റ്സുകളും അതുപോലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും തന്നെയാണ്. ഈ അധ്യക്ഷന് അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. അത് അധ്യക്ഷനായി നിന്നുകൊണ്ട് ചെയ്യണം. ഇപ്പൊ കേരളത്തിലെ എടുത്ത കാര്യം പറഞ്ഞുകൊണ്ട് പറയണം, അധ്യക്ഷനായി നിന്നുകൊണ്ട് അധ്യക്ഷന്റെ പണി ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ഇതിന് കൂടുതൽ വോട്ടുകൾ കിട്ടുമായിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം നോക്കുമ്പോൾ അധ്യക്ഷന് ഒരു പേര് കൊടുക്കും. ഇത് തന്നെയാണ് ചൗധരി പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു വിജയം ഏറ്റെടുക്കുന്ന പല പ്രസ്താവനകളും സുരേന്ദ്രനുണ്ടായിരുന്നു. അത് വേറെ വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ BJP നോക്കുന്ന ആ ഒരു രീതിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഹരിറാം പറഞ്ഞ ഒരു സാധനത്തിന് ഞാൻ എഗെയിൻസ്റ്റ് ആയിട്ട് പറയണം, അതിനെ കൗണ്ടർ ചെയ്ത് പറയാണ്. ഇപ്പോൾ BJP ഇങ്ങനെ കാണിക്കുന്നു, വലിയ ഇതാവുന്നു എന്നുള്ള ഒരു നിലപാട് ഇവിടുത്തെ മാധ്യമങ്ങളിൽ അന്തരീക്ഷത്തിൽ വരുന്നുണ്ട്. RSS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഒരു ചെറിയ സംഘടന, രാഷ്ട്രീയ സംഘടന മാത്രമാണ് BJP. അവിടെ ഇരുന്ന് ആര് വലിയ ആളായാലും അവനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാനുള്ള കഴിവും പ്രാപ്തിയും RSSനുണ്ട്. 2, ഇതിൽ ഉണ്ടായിട്ടുള്ള ഈ പിഴവുകളെല്ലാം കൃത്യമായി അനലൈസ് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു വലിയ ബ്രെയിൻ RSSന്റെ അകത്ത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ യോഗിയാണോ, യോഗിയുടെ യോഗം എന്ത്, അല്ലെങ്കിൽ യോഗിയുടെ ഭാവി എന്ത്, നരേന്ദ്രമോദിക്കപ്പുറം യോഗിയാണോ എന്നുള്ളതൊക്കെ കൃത്യമായ പ്ലാനുകളുമായിട്ട് RSS എത്തും എന്നുള്ളതാണ് ഇതിന്റെ. അതിലേക്ക് ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എത്ര കാലം മുന്നേ വരെ യോഗി എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടില്ല? അപ്പോൾ യോഗി എന്നുള്ള പേര് ഇപ്പോൾ വന്ന സന്യാസിവരനാണോ? അല്ല, അത് RSS നേരത്തെ കൂട്ടി അവിടെ പ്ലാൻ ചെയ്തപ്പോൾ മോദി എന്ന പേര് നമ്മൾ എത്ര കാലം കേട്ടു തുടങ്ങിയിട്ട്. അവിടെ അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷവും അവിടുത്തെ ഒരു കലാപം മോദി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം കേട്ടുകൊണ്ടിരുന്നത് ഗർഭിണി, ശൂലം, കത്തല്, ബഹളം, ഇതൊക്കെയാണ്. ഇവിടെ നിന്ന് ഇപ്പോ മോദി എവിടെ നിൽക്കുന്നത്? ലോകം ആരാധിക്കുന്ന നേതാവിന്റെ സ്ഥാനത്താക്കി. അപ്പൊ അതിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് കയറുന്നതല്ല. RSS പണ്ട് തന്നെ ചാർട്ട് ചെയ്ത് അദ്ദേഹത്തോട് മുഖ്യമന്ത്രി ആവാനും പ്രധാനമന്ത്രി ആവാനും തയ്യാറെടുത്തുകൊള്ളാൻ പറഞ്ഞ് RSS വിട്ടൊരു പ്രചാരകനാണ് അദ്ദേഹത്തിനെ സന്യസിക്കാൻ വിട്ടത് RSSആ. അതുപോലെ ഈ പറഞ്ഞ RSSന് അറിയാം ആരൊക്കെ എവിടെയൊക്കെ വെക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇപ്പോൾ നാളെ യോഗിക്ക് വരും വേറെ ആളോ എന്നൊന്നുമല്ല. RSSന് വ്യക്തമായ അജണ്ടകളും കൃത്യമായ പ്ലാനിങ്ങും ഉള്ളതുകൊണ്ട് അടുത്ത നമ്മളിത് വേറെ ചർച്ചയിൽ പറയണ്ടായി, 2035 വരെയുള്ള പ്ലാന് ഓൾറെഡി മോദി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയണ്ടായി. കാരണം വികസനത്തെക്കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാരതം എങ്ങനെയായിരിക്കണം 2037 എന്നുള്ളൊരു പ്ലാൻ. അതിനെ ബേസ് ചെയ്തിട്ടാണ് റോഡുകളും വികസനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ 2050 വരെയുള്ള ഒരു മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ഒരു ലിസ്റ്റ് തന്നെ സംഘം അല്ലെങ്കിൽ RSS ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവരതനുസരിച്ച് കൃത്യമായി വർക്ക് ചെയ്യുകയും ചെയ്യും. ഇവിടെ കിടന്നുകൊണ്ട് ഇനി മോദി യുഗം അവസാനിപ്പിച്ചോ, യോഗി യുഗം അവസാനിച്ചോ, യോഗിക്ക് ശേഷം ആര്, അല്ലെങ്കിൽ മോദിക്ക് ശേഷം ഇനി യോഗി വരുമോ, യോഗിയുടെ കാലം തീർന്നോ എന്നൊക്കെ പറയുന്നവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും RSS അതിൻ്റെ അജണ്ടകൾ കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് കൃത്യമായ വികസനങ്ങളിലേക്ക് ഊന്നിക്കൊണ്ടുള്ള ആളുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടും. ഇപ്പോൾ പറഞ്ഞ പോലെ BJP എന്നുള്ളൊരു പാർട്ടി എന്നതിലുപരി BJP എന്നതിൻ്റെക്കാൾ കൂടുതൽ RSS എന്നുള്ള ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും വീണ്ടും വരുമെന്ന് തന്നെയാണ് ഉറപ്പ്. യോഗി യുഗം അവസാനിച്ചോ? യോഗിയുടെ ഭാവി എന്ത്? യോഗിയാണോ? അടുത്ത യോഗി ആരാണ് എന്നുള്ളതെല്ലാം കൃത്യമായ പ്ലാനുമായി RSS ഉണ്ട്.
പക്ഷേ BJP-യിലെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ RSSനും അത്ര സന്തോഷമുള്ള കാര്യമാണ് എന്ന് തോന്നുന്നില്ല. എന്തായാലും UP-യിൽ സംഭവിക്കുന്നത് എന്താ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. എങ്കിലും ഉറപ്പാണ് യോഗി തന്നെ 2027 വരെ തുടരും എന്നുള്ളത്. എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.